നമ്മളൊരു പായസം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്തുവാ? എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അതുപോലെ എന്തെങ്കിലും ഒരു പുതുമയും ആ പായസത്തിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിലൊരു പായസമാണ് ഇന്ന് ഞാനിവിടെ വെക്കുന്നത്. ക്യാരറ്റ് സേമിയ പായസം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ നമുക്ക് നേരെ ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് പോകാം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായി അതിലേക്ക് കാഷ്യൂനട്ട് ഒന്ന് വെക്കാം. 1/4 കപ്പ് നട്ട്സാണ് എടുത്തിരിക്കുന്നത്. കാഷ്യൂനട്ട് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർക്കാം. കാഷ്യൂനട്ടും കിസ്മിസും മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ്. ഇത് 2 കപ്പ് ക്യാരറ്റ് ചുരണ്ടിയെടുത്തതാണ്. 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇത് ഈ നെയ്യിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പം ക്യാരറ്റിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളമായിട്ട് നെയ്യിലിങ്ങനെ വഴറ്റിയെടുക്കുന്നതാണ്. ക്യാരറ്റ് വെന്ത് വരുമ്പോഴാണല്ലോ ഇതിൻ്റെ കളറ് മാറുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മെൽറ്റായി വരും. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞെങ്കിലേ പഞ്ചസാര ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ക്യാരറ്റ് വേവില്ല. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നത്, ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മാറ്റി വെക്കുവാണ്. ഈ ക്യാരറ്റിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് പാല് ചേർക്കാം. പശുവിൻ പാലാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ ഒന്ന് കൂട്ടി വെച്ച് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ക്യാരറ്റും പാലും ഒക്കെ തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഞാനൊരു ഓട്ടുരുളിയിലാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കാം. സേമിയ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പാല് ചേർക്കണം. ഇത് 5.5 കപ്പ് പാല്. 6 കപ്പ് പാലാണ് ഞാൻ എടുത്തിരുന്നത്. അതിൽ 1/2 കപ്പ് ക്യാരറ്റിൻ്റെ കൂടെ ഒഴിച്ച് ബാക്കി 5.5 കപ്പ് പാല്, അതായത് 1.5 ലിറ്റർ പാല്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് സേമിയ ഒന്ന് വെന്ത് കിട്ടണം. കൈ എടുക്കാതെ ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പം സേമിയ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കാം. സേമിയ വെന്ത് കഴിഞ്ഞ് പഞ്ചസാര ചേർക്കാവുള്ളൂ. ഇത് 1 കപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പ് നേരത്തെ ക്യാരറ്റിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്.
പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് വരണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സേമിയ വേകുകയില്ല. അപ്പം വെന്തതിന് ശേഷമേ പഞ്ചസാര ചേർക്കാവുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കുക. 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. ഒരല്പം ഡെക്കറേഷന് മാറ്റി വെക്കുന്നുണ്ട്. ക്യാരറ്റ് സേമിയ പായസം റെഡിയായി. ഇനി ഇത് ഒരു 10-20 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഇത്രയും സമയം അടച്ചു വെക്കുന്നത് ഇത് പാത്രഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. ഇനി സേമിയ ക്യാരറ്റ് പായസം സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വെച്ചിരിക്കുന്ന ക്യാരറ്റും നട്ട്സും കിസ്മിസും എല്ലാം കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.